ആ പെണ്ണൊരു ജീവിതകാലത്ത് നിനക്ക് ചെയ്തു തരുന്ന, നിന്റെ മക്കൾക്കും ചെയ്തു തരുന്ന ഖിദ്മത്തിന് നീ ഒരു ജോലിക്കാരി വെക്കുകയാണെങ്കിൽ എത്ര രൂപ നീ കൊടുക്കേണ്ടി വരും? എത്ര വർഷമായി നിന്റെ വിവാഹം കഴിഞ്ഞ് 20 വർഷം 30 വർഷം ആ പാവപ്പെട്ടവൾ അടുക്കളയിൽ കിടന്ന് തീയും പുകയും കൊണ്ടിട്ട് നിന്നെയും നിന്റെ മക്കൾക്കും ആഹാരം വെച്ച് തരുമ്പോൾ ഒരു ദിവസമെങ്കിലും നീ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ഒരു ഉരുള ആഹാരം എടുത്ത് ആ പ്രിയപ്പെട്ടവരുടെ വായിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു സമാശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞ് അവളുടെ തലമുടിയിലൊന്ന് തഴുകിയിട്ട് ഒരു നല്ല വാക്ക് പറയാൻ നിനക്ക് സാധിച്ചിട്ടുണ്ടോ? അവളുടെ ഭാഗത്ത് നിന്ന് തെറ്റ് വരുമടോ? പെണ്ണങ്ങനെയാണ്. ഒരു എല്ലാം തികഞ്ഞ ഒരു കുഴപ്പമില്ലാത്തൊരു പെണ്ണെന്ന് പറഞ്ഞാൽ വെളുത്ത കാക്കയെ പോലെയാണെന്നാണ് മഹാനായ മഹദൂ നിങ്ങൾ ഫത്തുൽ മൊയ്നിൽ പറഞ്ഞത്. അങ്ങനെ വെളുത്ത കാക്കയുണ്ടോ? എനിക്ക് എല്ലാം തികഞ്ഞ പെണ്ണിനെ വേണമെന്നാണ് എല്ലാവരും പറയാ. അവളെ ഒരു അടി കൊടുത്താലും മിണ്ടാൻ പാടില്ല, ഇങ്ങനെ ഇരിക്കണം. അത് വല്ല റോബോട്ടിനെ ആണെങ്കിലേ പറ്റൂ, മനുഷ്യ കുഞ്ഞിനൊന്നും പറ്റൂല. അവർ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ ടെൻഷൻ അടിച്ച് മക്കളെ സ്കൂളിൽ വിടണം, ഭർത്താവിനെ ഓഫീസിൽ വിടണം, ഭർത്താവിൻ്റെ ഉപ്പയെ നോക്കണം, ഉമ്മയെ നോക്കണം. അങ്ങനെ ചെയ്യുന്ന പെണ്ണുങ്ങളുടെ വിഷയമാണ് പറയുന്നത് കേട്ടോ. അതൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ആ പെണ്ണ് എന്തെങ്കിലും ഒരു ചിരിച്ചെന്തെങ്കിലും ഒന്ന് പറഞ്ഞേക്കാം, നീ അങ്ങ് പൊരുത്തപ്പെട്ട് കൂട്, കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറും.